إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة خلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله أحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ ഒരു സ്വഭാവ വൈകല്യമായി കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവ വൈകല്യമാണ് കർമ്മങ്ങളിൽ അലസത കാണിക്കുക എന്നുള്ളത്. ഈ ഒരു വിശേഷണം ഇന്ന് മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ശരീരങ്ങളിലേക്കും കയറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. അല്ലാഹു പറയുകയാണ്, നിശ്ചയം കപടവിശ്വാസികൾ അല്ലാഹുവിനെ വഞ്ചിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഞ്ചിക്കുകയാണ്. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. അവർ നമസ്കാരത്തിനായി നിന്നു കഴിഞ്ഞാൽ മടിയന്മാരായി കൊണ്ടല്ലാതെ നിൽക്കുകയില്ല. യുറാഊന നാസ്, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അല്ലാഹുവിനെ കുറച്ചല്ലാതെ അവരുടെ ഇബാദത്തുകളിൽ ഓർക്കുകയില്ല. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇവിടെ നാം ഒരു മുനാഫിഖിൻ്റെ സിഫത്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവൻ മടിയനായിക്കൊണ്ടല്ലാതെ ഇബാദത്തിനെ സമീപിക്കുകയില്ല. നിസ്കാരത്തിനായി നിന്നു കഴിഞ്ഞാൽ അവൻ മടിയനായിക്കൊണ്ടായിരിക്കും നിൽക്കുക. ഇവിടെ ഒരു സത്യവിശ്വാസി അവൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യുൽ മുഅ്മിനീന അക്കിയസ്, സത്യവിശ്വാസികളിൽ ഏതവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, വഅക്തറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈക അകിയാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, സത്യവിശ്വാസികളിൽ ഏതവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? അവൻ മരണത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നവനാണ്. വഅഹ്സനുഹും, അവരിൽ ഏറ്റവും നല്ലവനേതവനാണ്? ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ്. ഉലൈകൽ അകിയാസ്, അവർ ആ കൂട്ടർ ബുദ്ധിയുള്ളവരാണ്. ഇവിടെയാണ് ഈ ഒരു മുനാഫിഖിൻ്റെ സിഫത്ത് നാം മനസ്സിലാക്കുകയാണ്. അവൻ ഇബാദത്തുകളെ സമീപിക്കുന്നത് അലസത കൊണ്ടും മടിമൂലവുമാണ് അവൻ ഇബാദത്തുകളെ സമീപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സത്യവിശ്വാസി അവൻ നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനും
അവന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനുമാണെങ്കിൽ അവൻ എന്തുമാത്രം കർമ്മങ്ങളിൽ നിരതനാകേണ്ടതുണ്ട്. അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് അവൻ ബോധവാനാകേണ്ടതുണ്ട്. ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം തന്നെ ഏതൊരു ഇബാദത്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്, ആ ഇബാദത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് മടികൊണ്ടാണെങ്കിൽ ആ സിഫത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുനാഫിഖിന്റെ സിഫത്താണ്. ആ സിഫത്ത് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ കയറിയിരിക്കുന്നു. നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ട കർമ്മങ്ങളിൽ നിന്ന് ആ ഒരു അലസത, ആ ഒരു നിന്ദ്യമായ വിശേഷണം അത് നമ്മെ ബാധിച്ചിരിക്കുന്നു. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുകയാണ്, മുനാഫിഖുകളെ കുറിച്ച് പറയുകയാണ്, വലാ യഅതൂന സ്വലാത ഇല്ലാ വഹും കുസാല. അവർ നമസ്കാരത്തിനായി കൊണ്ടുവരികയില്ല, അവർ മടിയന്മാരായി കൊണ്ടല്ലാതെ. ചില ആളുകളുണ്ട്, അവർ ഫജ്ർ നമസ്കരിക്കാൻ വരുന്നവരായിരിക്കും, പക്ഷേ അവർ മടിയന്മാരായി കൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള ഊർജം അവർക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത പോലും അവനുണ്ടാവുകയില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവൻ എണീച്ചു വരും. നിസ്കാരത്തിൻ്റെ യാതൊരു തരത്തിലുമുള്ള, നിസ്കാരത്തിന് കൊടുക്കേണ്ട യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ അവൻ കൊടുക്കാതെ അവൻ നിസ്കാരത്തെ പൂർത്തീകരിക്കുകയും സലാം വീട്ടുകയും അവനതാ ഓടിപ്പോവുകയും ചെയ്യുന്നതാണ്. അതേ സഹോദരങ്ങളെ, ഇതൊരു മുനാഫിഖിന്റെ സിഫത്താണ്. ഈ ഒരു സിഫത്ത് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ബാധിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ അവർ നിസ്കരിക്കാൻ വരുന്നതാണ്. ഇനി ചില ആളുകളുണ്ട്, അവർ ഫജ്ർ നമസ്കാരത്തിന് പോലും ഹാജരാവുകയില്ല. ഇനി മറ്റു ചിലരാകട്ടെ ഫജ്ർ നമസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ അവരതാ സലാം വീട്ടുകയും അവരതാ ഓടിയകലുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സിഫത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയുണ്ടായി, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് ഒരു കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അതൊരു കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. യജ്ലിസ് യർഖുബു ശംസ്, അസ്ർ നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് സൂര്യൻ എങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അവൻ ഇരിക്കും, സൂര്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ അശ്ശൈത്താൻ, അങ്ങനെ സൂര്യൻ പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായിക്കൊണ്ട് അസ്തമിക്കുന്ന സമയം, അത് മഗ്രിബിന്റെ സമയം ആവാറായി, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാമ ഫനഖറ അർബഅൻ, അപ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് അവൻ 4 നിസ്കരിക്കും. ഫനഖറ അർബഅൻ, എങ്ങനെയാണ് അവൻ നമസ്കരിക്കുന്നത്? കൊത്തിക്കൂട്ടുകയാണ്, അതിവേഗം അവൻ നമസ്കരിച്ച് തീർക്കുകയാണ്. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അവൻ കുറച്ചല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയില്ല. ഇത്രമാത്രം അപകടം പിടിച്ച ഒരു കാര്യം, ഈ ഒരു സിഫത്ത്, ഈ ഒരു നിന്ദ്യമായ സ്വഭാവം, മുനാഫിക്കുകളെ കുറിച്ച് പറയപ്പെട്ട സ്വഭാവം നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ബാധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നിന്ദ്യമായ വിശേഷണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്തിരുന്നു, അതിൽ നിന്ന് ശരണം തേടിയിരുന്നു, അതിൽ നിന്ന് മോചിതനാക്കാൻ വേണ്ടി ശരണം തേടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ ദുആ ചെയ്തതായി നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു ദുഃഖങ്ങളിൽ നിന്നും വ്യസനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബലഹീനതയിൽ നിന്നും അലസതയിൽ നിന്നും. റബ്ബേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. ബലഹീനതയും അലസതയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബലഹീനതയെയും അലസതയെയും ഒരുമിച്ച് ചേർത്ത് പറയുകയുണ്ടായി. എന്താണ് ബലഹീനതയും അലസതയും തമ്മിലുള്ള ബന്ധം? ഏതെങ്കിലും ഒരുവന് ഒരു നന്മ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നന്മ നഷ്ടപ്പെടുന്നത് പൂർണ്ണമായിക്കൊണ്ടോ ഭാഗികമായിക്കൊണ്ടോ അവന് നഷ്ടപ്പെടുന്ന ഒരു നന്മയാണെങ്കിൽ ഈ ഒരു 2 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും അവന് ആ നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അത് പൂർണ്ണമായി കൊണ്ടാകട്ടെ ഭാഗികമായി കൊണ്ടാകട്ടെ, അവൻ ആ നന്മ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതായത് സഹോദരങ്ങളെ, ഒന്നില്ലെങ്കിൽ ഒരുവന് നന്മ നഷ്ടപ്പെടുന്നത് അവൻ്റെ ബലഹീനത, ഒന്നില്ലെങ്കിൽ ശാരീരികമായ പ്രയാസം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം, അല്ലെങ്കിൽ മാനസികമായ പ്രയാസം. അവന് ചെയ്യാൻ കഴിയില്ല, അവന് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല, കാരണം കാലില്ലാത്തവനാണ്, അല്ലെങ്കിൽ കാലിന് പ്രശ്നമുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉദുറുണ്ട്. അവന് നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തത്, അവൻ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പൂർണ്ണതയിൽ അവന് നിസ്കരിക്കാൻ പറ്റാത്തത് അവൻ്റെ ബലഹീനത കൊണ്ട് മാത്രമാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം,
അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. അത് അവൻ്റെ മടി കൊണ്ടാണ്. അവന് സാധിക്കുന്നില്ല ഫജ്ർ നമസ്കാരത്തിന് അദാന് മുന്നേ പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല. ഫജ്റിന്റെ സുന്നത്തുകൾ അവന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഫജ്ർ നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ സാധിക്കുന്നില്ല. ഫജ്ർ നമസ്കാരത്തിൽ ഖുശൂ നിലനിർത്താൻ സാധിക്കുന്നില്ല. അതിനുശേഷം അദ്കാർ എടുക്കാൻ സാധിക്കുന്നില്ല. ശുറൂക്ക് വരെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ശുറൂക്ക് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഖൈറിൽ നിന്നെല്ലാം തന്നെ അവനെ അകറ്റി നിർത്തുന്നത് അവന്റെ മടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ഏതൊരു ഇബാദത്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് നമ്മെ അകറ്റുന്നുണ്ടെങ്കിൽ, നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ആ ഇബാദത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് നമ്മുടെ അലസത മാത്രമാണ്. ഖാല ഇമാം അർ-റാഗിബ് അൽ-അസ്ഫഹാനി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, എന്താണ് മടി, എന്താണ് അലസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, അത്തസാഖുൽ അൻ ഷൈഇൻ അമ്മാ ലാ യംബഗി അത്തസാഖുൽ അൻഹു. ഒരു കാര്യത്തെ തൊട്ട്, ഒരു താഴത്തിനെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തെ തൊട്ട് നിനക്ക് നിരുത്തരവാദിത്വം വരിക, നിനക്കത് ഭാരമായി തോന്നുക, അതാകുന്നു മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ആ അലസത ബാധിച്ചിരിക്കുന്നു. നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് ഈ അലസത കൊണ്ട് മാത്രമാണ്. എത്രമാത്രം കർമ്മങ്ങളാണ് നാം ഉപേക്ഷിക്കുന്നത്. നാം നീളം കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുകയും താടി നീട്ടിയവരാവുകയും ചെയ്യുകയും നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ഇബാദത്തുകളെ തൊട്ട് നാം അകലുകയും ചെയ്യുന്ന അവസ്ഥ ഈ അലസത കാരണം കൊണ്ട് മാത്രമാണ്. എത്ര നന്മകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു സിഫത്തിൽ നിന്ന് നാം അകന്നു നിൽക്കേണ്ടതുണ്ട്. ഈ സിഫത്താകട്ടെ മുനാഫിഖുകളുടെ സിഫത്തുമാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവരുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ നിലനിർത്തുന്നവരാണ്, അല്ലാഹുവിനോട് ഭയഭക്തി നിലനിർത്തുന്നവരാണ്. ഈ ഒരു സിഫത്തും മുനാഫിഖുകളുടെ സിഫത്തും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്രമാത്രം അന്തരമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ നമസ്കാരത്തെയും ഇബാദത്തുകളെയും നാം സമീപിക്കുന്നത് അലസതയോട് കൂടിയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഉപകാരം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ തന്നെ ഈ സിഫത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ് ഇസ്സാഖൽതും ഇലൽ അർദ്. സത്യവിശ്വാസികളെ, നിങ്ങളോട് പറയപ്പെടുകയാണ്, നിങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ പോരാടൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്സാഖൽതും ഇലൽ അർദ്, നിങ്ങൾ ഭൂമിയിലേക്ക് ചുരുണ്ടുകൂടുകയാണ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഐ തകാസൽതും, നിങ്ങൾ മടി കാണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മടി കാണിക്കുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. പരലോകത്തിന് പകരമായിക്കൊണ്ട് ഇഹലോകത്തെ നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഈ ഒരു ആയത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മെ നമ്മുടെ ഖൈറുകളിൽ നിന്ന് തടയുന്നത് നമ്മുടെ മടി മാത്രമാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതാകട്ടെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ഇബാദത്താകട്ടെ, അത് നമസ്കാരമാകട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, നോമ്പാകട്ടെ, അത് തൗഹീദിനെ നിലനിർത്തുന്നതും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും പഠിപ്പിക്കുന്നതുമാകട്ടെ, നമ്മുടെ അദ്കാറുകളാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ഏതൊരു ഇബാദത്താണോ നിന്നെ ആ ഇബാദത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്, രണ്ടാലൊന്നാണ്. ഒന്നില്ലെങ്കിൽ നിന്റെ ബലഹീനത, ഒന്നില്ലെങ്കിൽ നിന്റെ അലസത മാത്രമാണ് നിന്നെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. നിനക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്, എന്നിട്ട് പോലും ഈ ഇബാദത്തുകളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്നത് എന്താണെന്ന് നീ സ്വന്തത്തിൽ നീ ചിന്തിക്കേണ്ടതുണ്ട്. ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യൂ. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട്. അതേ സഹോദരങ്ങളെ, ഇത്രമാത്രം നിന്യമായി കൊണ്ട് പറയപ്പെട്ടിട്ടുള്ള ഈ സിഫത്ത്, ഈ വിശേഷണത്തിൽ നിന്ന് നാം അകന്നു നിൽക്കേണ്ടതുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിൻ അദ്ദഈഫ് വഫീ കുല്ലിൻ ഖൈർ ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈമാനിൽ അങ്ങേയറ്റം കഴിവുള്ളവൻ, അല്ലെങ്കിൽ ബലമായ ഈമാനുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരൻ. അവനാണ് ഏറ്റവും ഉത്തമൻ ദുർബലനായ സത്യവിശ്വാസിയേക്കാളും. എല്ലാവരിലും ഖൈറുണ്ട്. അവൻ്റെ ഈമാനെ സംബന്ധിച്ചിടത്തോളം അത് ദുർബലമാണെങ്കിൽ കൂടി അവനിൽ ഖൈറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഫീ കുല്ലിൻ ഖൈർ വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശരണം തേടുക. അതായത് നിന്നെ പ്രയാസപ്പെടുത്തുന്ന ആ അലസതയിൽ നിന്ന് നീ വഹരിസ് അലാ മാ യൻഫഉക, നീ നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ അതീവ തൽപരനാവുക. നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ, നാളെ നിനക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എല്ലാ ഇബാദത്തുകളും. നീ ഇന്ന് വില കുറച്ച് കാണുകയും വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അത് നാളെ നിനക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. പക്ഷെ നിന്റെ അലസത നിന്നെ അതിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹരിസ് അലാ മാ യൻഫഉക, വഹരിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്പെടുന്നതിൽ നീ അതീവ തൽപരനായിരിക്കുക, അതിനുവേണ്ടി നീ പ്രവർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് ശരണം തേടുക. വലാ തഅജസ്, നീ നിരുത്തരവാദിത്വം കാണിക്കരുത്, നീ ബലഹീനത കാണിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്, അയ്യുൽ മുഅ്മിനീന അഖിയസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, അയ്യുൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികളിൽ ഏതവനാണ് ബുദ്ധിയുള്ളവൻ? വഅക്തറുഹും ലിൽ മൗതി ദിക്റാ, അവർ മരണത്തെ ധാരാളമായി ഓർക്കുന്നവരായിരിക്കും. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അവരിൽ ഏറ്റവും ഉത്തമരാരാണ്? അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കും. ഉലൈക്കൽ അഖിയാസ്. നമുക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ സാധിക്കാത്തത്, ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാത്തത് എല്ലാം നമ്മുടെ അലസത കൊണ്ട് മാത്രമാണ്. നന്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ അലസത കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിലുള്ള നന്മകളെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, അലസത രണ്ട് തരമാണ്. അലസത രണ്ട് തരമാണ്. ഒന്നാമതായിക്കൊണ്ട് ചിന്തിക്കുന്നതിലുള്ള അലസത. ചില ആളുകൾക്ക് ചിന്തിക്കാൻ തന്നെ മടിയാണ്. ചില ആളുകൾക്ക് ചിന്തിക്കാൻ തന്നെ മടിയാണ്. ആരോടെങ്കിലും ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഇനി ഈ ഖുതുബയെങ്ങാനും റെക്കോർഡ് ചെയ്യപ്പെടുകയും അതാർക്കെങ്കിലും അയച്ചു കൊടുക്കുകയും ചെയ്യപ്പെട്ടാൽ പോലും അവൻ കേൾക്കുകയില്ല. അവൻ്റെ അലസത, അവൻ്റെ മടി കൊണ്ടാണ്. അവന് സാധിക്കുന്നതല്ല അത് കേൾക്കാൻ. കാരണം എന്താണ്? ഒരു നന്മയിൽ നിന്ന് അവൻ്റെ അലസത അത്രമാത്രം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നു. അലസത രണ്ട് തരമാണ്. ഒന്നാമത് അലസത എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള മടി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സൃഷ്ടിപ്പുകളെ കുറിച്ച് ഉറ്റാലോചിക്കാനും അവന് മടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിശ്ചയം ആകാശഭൂമികളിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ മാറ്റിമറിക്കലുകളിലും അല്ലെങ്കിൽ പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ആ ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ്? അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, എന്നിട്ട് അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ.
അങ്ങനെ ആകാശഭൂമികളെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അവരെ മടി അതിൽ നിന്ന് തടയുന്നതല്ല. ആ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അവർ പറയുന്നതാണ്, സുബ്ഹാനക് റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇത് വെറുതെ നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതല്ല. ഇതൊന്നും തന്നെ ഈ ആകാശഭൂമികൾ ഇതിനെ ഇങ്ങനെ നിലനിർത്തിയിട്ടുള്ളത് റബ്ബ് വെറുതെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതല്ല. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, അവരെ നരകത്തിൽ നിന്ന് അവർ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. റബ്ബേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. അവരെ അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്താകുന്നു? അള്ളാഹുവിന്റെ മഹത്വത്തെ പുകഴ്ത്താൻ മാത്രം അവർ ചിന്തിക്കാൻ കാരണം എന്താണ്? അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, അവർ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. അങ്ങനെ സ്മരിക്കുന്ന ഒരുവൻ, അവൻ്റെ ചിന്താശേഷി, അവൻ ചിന്തിക്കുന്നത് അവൻ അലസതകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. രണ്ടാമത്തെ അലസത എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അലസതയാണ്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു. ആ വ്യക്തി രാത്രി ഉടനീളം ഉറങ്ങുന്നവൻ. അവൻ ശുറൂക്ക് സംഭവിച്ചു കൊണ്ടല്ലാതെ, പകലിൽ കയറിക്കൊണ്ടല്ലാതെ അവൻ ഉണരുകയില്ല. അതുവരെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദുനൈഹി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവനൊരു വ്യക്തിയാണ്, പിശാജ് അവൻ്റെ ഇരുചെവികളിലും മൂത്രമൊഴിച്ചിരിക്കുന്നു. എന്തൊരു കാരണം കൊണ്ടാണ് പിശാജ് അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിക്കാൻ കാരണം? പിശാജ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാജിനെ അവനെ അധീനപ്പെടുത്തി കൊടുക്കാൻ കാരണം എന്താണ്? അവൻ്റെ ശാരീരികമായ അലസത. അവൻ ഫജ്ർ നമസ്കാരം ഉപേക്ഷിച്ചു, അതിനു മുമ്പുള്ള വിത്ർ നമസ്കാരം ഉപേക്ഷിച്ചു, അതിനു മുമ്പുള്ള രാത്രി നമസ്കാരം ഉപേക്ഷിച്ചു. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി യാതൊരു തരത്തിലുമുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവനല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാജിന് അവനെ കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ആ ഒരു അലസതയിൽ നിന്ന്, ചിന്താപരമായി കൊണ്ടുള്ള അലസതയാകട്ടെ, ശാരീരികപരമായി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നാം അലസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നാം അലസരാണെങ്കിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത്? അതിനാൽ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഫജ്റിന് വരാൻ സാധിക്കുന്നില്ല, ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് അദ്കാർ പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല, അതുവരെ ശുറൂക്ക് വരെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, ദുഹാ നമസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല, ഓരോ അദാന് മുമ്പും പള്ളിയിലെത്താൻ സാധിക്കുന്നില്ല, ഖുർആൻ പാരായണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഒരു ഇബാദത്തും ഒരു അദ്കാറും ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചു കൊള്ളുക, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? നിങ്ങളുടെ ശാരീരികമായ പ്രയാസങ്ങളാണെങ്കിൽ അത് മറ്റൊന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടോ മറ്റു വല്ലതും ആ സമയത്ത് ആവശ്യകതയാണെങ്കിൽ അത് മറ്റൊന്നാണ്. പക്ഷെ അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ചായ കുടിക്കുന്നതിന് വേണ്ടിയും മറ്റു വല്ല തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഫോണിൽ റിപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെ ഒരു ആവശ്യവുമില്ലാതെയാണ് നിങ്ങൾ ഓരോ കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ അലസത മാത്രമാണ്. ആ അലസതയാകട്ടെ മുനാഫിഖിന്റെ ലക്ഷണവുമാണ്. ആ മുനാഫിഖിന്റെ ലക്ഷണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ശരണം തേടിയിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം എന്താണ്? നമ്മുടെ കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ലേ? നാം ബുദ്ധിയുള്ളവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ, നാളത്തെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഇബാദത്തുകളിൽ നിന്ന് നമ്മെ അകറ്റുന്നത് മടിയാണെങ്കിൽ നാം ചിന്തിക്കുക, തയ്യാറെടുക്കുക. ആ മടിയിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ശരണം തേടുക. നസ്അലുല്ലാഹ അൻ യുവഫിഖനാ വ ഇയ്യാകും വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. സഹോദരങ്ങളെ, നാം ഈ ഒരു അലസതയിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം? എത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വഴി
നമുക്ക് ഈ അലസതയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് വഹരിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ അതീവ താല്പര്യം കാണിക്കുക, അതിനുവേണ്ടി നീ ശ്രമിക്കുക. നിശ്ചയം നമുക്കറിയാവുന്നതാണ്, ഇബാദത്തുകൾ നമുക്ക് നാളെ ഉപകാരപ്പെടുന്നതാണ്. ഖുർആൻ മനഃപ്പാഠമാക്കലും അതിൻ്റെ പാരായണവും അതിനെക്കുറിച്ച് ചിന്തിക്കലും നമുക്ക് നാളെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഉപകാരപ്പെടുന്ന കാര്യത്തിനു വേണ്ടി നീ തയ്യാറാവുക, അത് നിൻ്റെ ജീവിതത്തിൽ നീ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. വസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് ശരണം തേടുക, നീ അള്ളാഹുവിനോട് ശരണം തേടുക, അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് പ്രകാരം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ, ബലഹീനതയിൽ നിന്നും അലസതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം കൊണ്ടാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ആ ആയത്തുകളെക്കുറിച്ച് നാം ആലോചിക്കുക. അതായത് നന്മ കൽപ്പിച്ചുകൊണ്ടിട്ടുള്ള ആയത്തുകളും ഹദീസുകളും നാം ഓർക്കുകയും അങ്ങനെ അത് ഓർക്കുന്നത് വഴി അലസതയെ നമ്മിൽ നിന്ന് നമുക്ക് അകറ്റാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുന്നോട്ട് വരിക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കുക. യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ എന്ത് ചെയ്യുന്നവരാണ്? അവർ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ എന്ത് ചെയ്യുന്നവരാണ്? ധൃതി കാണിക്കുന്നവരാണ്. ബാദിറൂ ബിൽ അഅ്മാൽ, കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരിക, ധൃതി കാണിക്കുക. ഇങ്ങനെയുള്ള ആയത്തുകളും ഹദീസുകളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുക. അങ്ങനെ ആലോചിക്കുകയും അങ്ങനെ ആലോചിക്കുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ആ അലസതയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യവിശ്വാസികളുടെ ഇടയിൽ നാം പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഏതെങ്കിലും അവൻ പള്ളിയിൽ നിന്ന് അതിവേഗം നിസ്കരിക്കുകയും അധികാറുകൾ നിരന്തരം ഒഴിവാക്കുകയും ചെയ്യുന്ന അവന് പള്ളിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. സഹോദരൻ അവൻ ഉപദേശിക്കട്ടെ, അവനോട് പറഞ്ഞുകൊള്ളട്ടെ, നീ നിന്റെ ഉപകാരത്തിനു വേണ്ടി നാളത്തെ പരലോകത്തിനു വേണ്ടി നീ ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരമൊരു സിഫത്ത്, അല്ലെങ്കിൽ നിനക്ക് വല്ല ബലഹീനതയും മറ്റു വല്ല പ്രശ്നങ്ങളുമാണെങ്കിലും അത് മറ്റു വിഷയം. പക്ഷേ നിന്റെ അലസത കൊണ്ട് മാത്രമാണ് നിനക്കത് നഷ്ടപ്പെടുന്നതെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അവനെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് നാം അലസത കാണിക്കാതിരിക്കുക, നാം പരലോകത്തെക്കുറിച്ച് ഉറ്റാലോചിക്കുക. അത്തരം കാര്യങ്ങൾ, നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും പരലോകത്ത് നമ്മുടെ പദവികളെക്കുറിച്ച് ആലോചിക്കുകയും നരകശിക്ഷകളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ അവന് അത് തന്നെ മതിയാകുന്നതാണ്. ഇനി മറ്റൊരു ഹദീസിലേക്ക് വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രാത്രി ഉടനീളം ഉറങ്ങുന്ന പിശാച് അവൻ്റെ കഴുത്തിൽ 3 കെട്ടുകൾ കെട്ടുന്നതാണ്. പിശാച് അവൻ്റെ പിരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ ഹല്ലത് ഉഖ്ദത്തുൻ ഫഇൻ സല്ല ഫൻഹല്ലത് ഉഖ്ദഹ്. ഇനി അവൻ ഇൻ ഹല്ലത് ഉഖ്ദത്തുൻ ഇദാ ദക്കറല്ലാഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഉറക്കമുണർന്നു കഴിഞ്ഞു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ 1ാമത്തെ കെട്ട് അഴിയും. ഇനി 2ാമത്തെ കെട്ട് അഴിയുന്നത് എപ്പോഴാണ്? അവൻ എഴുന്നേൽക്കുകയും വുളൂ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 2ാമത്തെ കെട്ട് അഴിയും. ഇനി അവൻ വുളൂ എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 3ാമത്തെ കെട്ട് അഴിയുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്ബഹ തയ്യിബൻ നഫ്സി അസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഊർജ്ജസ്വലനായിക്കൊണ്ടും. അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഇത്തരം 3 കാര്യങ്ങൾ അവൻ ചെയ്യുകയും അങ്ങനെ അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങേയറ്റം ഊർജ്ജസ്വലനായിക്കൊണ്ടും നല്ല മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലുമായിക്കൊണ്ടാണ് അവൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതൊന്നും ചെയ്യാത്ത ഇതൊന്നും ചെയ്യുന്നില്ല, രാത്രിയിൽ നമസ്കാരമില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല, അവൻ വുളു എടുക്കുന്നില്ല, ഇങ്ങനെയൊന്നുമില്ലാത്ത ഇതൊന്നും ചെയ്യാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം
അവൻ പകലിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള മാനസികാവസ്ഥയിലാണ്. വളരെ മോശമായിട്ടുള്ള മാനസികാവസ്ഥ മാത്രമല്ല, മടിയനായിക്കൊണ്ടാണ് അവൻ്റെ അന്നത്തെ ദിവസത്തെ മുഴുവൻ തള്ളി നീക്കുക. അവൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല, അവൻ്റെ മക്കളുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല, അവർക്ക് വേണ്ടി നന്മകളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അതൊന്നും അവന് സാധിക്കാത്തത്? അവനതൊന്നും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാത്തവനാണ്. അവൻ്റെ കഴുത്തിൽ ആ 3 കെട്ടുകൾ നിലനിൽക്കുന്നതാണ്. അതിനാൽ തന്നെ അവൻ മടിയനായിക്കൊണ്ടാണ് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പരിശീലിപ്പിച്ചു നോക്കുക. തികച്ചും നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നതാണ്. നിങ്ങൾ ഉറക്കമുണരുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും നിങ്ങൾ ഉതുവെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുകയും നിങ്ങൾക്ക് അന്നത്തെ പ്രഭാതം വളരെ മനോഹരമായ പ്രഭാതമായിരിക്കും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഊർജ്ജസ്വലനായി കൊണ്ട് നിൽക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള ഉപകാരം അവനില്ല. അവൻ മടിയനായിക്കൊണ്ട് മാത്രമാണ് പ്രവേശിക്കുക. അതെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിനെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അയ്യുൽ മുഅ്മിനീന അഖിയസ്, സത്യവിശ്വാസികളിൽ ഏതവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? മുസ്ലിങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ നിങ്ങൾ അവരിൽ വെച്ച് മരണത്തെക്കുറിച്ച് അങ്ങേയറ്റം ധാരാളമായി ഓർക്കുന്നവരാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, മാത്രമല്ല തീർന്നില്ല, അവരിൽ ഏറ്റവും ഉത്തമരാരാണ്? അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അതിനുശേഷമുള്ള മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമുക്കെങ്ങനെയാണ് ഒരുങ്ങാൻ കഴിയുക? ഇബാദത്തുകൾ കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം തേടിക്കൊണ്ട് അവനോട് അടുക്കുന്നതിന് വേണ്ടി സുന്നത്തുകളെ ജീവിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് അതിനോട് അടുക്കാൻ സാധിക്കുക. ഉലൈകൽ അഖിയാസ്, ആ കൂട്ടരാണ്, ആ ആളുകളാണ് അങ്ങേ അറ്റം ബുദ്ധിയുള്ള ആളുകൾ. അതിനാൽ തന്നെ സഹോദരങ്ങളെ, നാം അലസതയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക, ഇബാദത്തുകളിൽ മുന്നേറുക. ഏതെങ്കിലും ഒരുവന് അലസത ബാധിക്കുകയാണെങ്കിൽ, ഒരു കർമ്മം ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തോട് ചോദിച്ചു കൊള്ളട്ടെ, എനിക്കിത് നഷ്ടപ്പെടുന്നത് അലസത കൊണ്ടാണോ, എൻ്റെ ബലഹീനത കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നങ്ങളും കൊണ്ടാണോ? ആ ഹൃദയം നിനക്ക് ഉത്തരം നൽകുകയാണ്, നിന്റെ അലസത കൊണ്ടാണ് നിനക്ക് ഈ ഒരു ഇബാദത്ത് നഷ്ടപ്പെടുന്നതെങ്കിൽ നിന്റെ ഹൃദയം പറയുന്നത് നീ കേൾക്കുക. അങ്ങനെ അത് പറയുന്ന സമയത്ത് ആ മുനാഫിഖിൻ്റെ വിശേഷണത്തിൽ നിന്ന്, ആ സ്വഭാവ വൈകല്യത്തിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മടിയന്മാരിൽ നിന്നും അലസന്മാരിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മുനാഫിക്കുകളുടെ സിഫത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുദൂരം നമ്മെ അകറ്റി നിർത്തുമാറാകട്ടെ. നസ്അലുല്ലാഹ അൻ യഹ്ദിയനാ ജമീഅൻ ഇലാ സിറാത്തിഹിൽ മുസ്തഖീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹദിയ ലഹു.